അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ ഉമ്മപ്പെങ്ങന്മാരെ, ഈ മജ്ലിസുകളെ കൊണ്ടു നടക്കുന്ന ഉമ്മപ്പെങ്ങന്മാരെ, മജ്ലിസുകൾ ആവശ്യമാണ്. അവിടെ നമ്മൾ നോക്കേണ്ടത് മജ്ലിസ് ആരാണ് ചെയ്യുന്നത്, ആ മജ്ലിസ് ചെയ്യുന്നവന്റെ സ്വഭാവം എന്താണ്. ഇത്രയെങ്കിലും ചുരുക്കത്തിൽ അത്രയാണെങ്കിലും നോക്കുന്നത് ആവശ്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മുഹമ്മദ് അഹ്സനി ഉസ്താദ് അദ്ദേഹത്തിന് വിഷമങ്ങളുണ്ടായ ഒരുപാട് കാര്യങ്ങൾ, അത് അറിവിൻ നിലാവിന്റെ സഫ്വാൻ സഖാഫിയിൽ നിന്ന് വന്നതായിരിക്കുന്ന കാര്യങ്ങൾ എന്തോ സംശയത്തിന്റെ മേലിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം ശരിയില്ലാത്തതിന്റെ പേരിൽ സ്വന്തം ഉസ്താദും അമ്മാവനുമായ ബഹുമാന്യനായ അഹ്സനി ഉസ്താദ് അദ്ദേഹം മരുമകനെ തിരുത്താൻ വേണ്ടി എന്തോ നല്ല വാക്കുകൾ പറഞ്ഞ് അത് അദ്ദേഹത്തിന് പിടിക്കാതെ തെറി പറഞ്ഞതാണ്. ഇഷ്ടം പോലെ തെറി പറഞ്ഞതാണ്. ഇത് എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും കേട്ടതുമാണ്. ലോകത്തിൽ എന്ന് പറഞ്ഞാൽ ഒട്ടനധികെ എല്ലാ സ്ഥലങ്ങളിലും ഈ മലയാളികളുണ്ട്. അവരാണെങ്കിലും കേട്ടല്ലോ, മനസ്സിലാകുന്നല്ലോ ഈ മലയാളം ഭാഷ. അത് ഒരു ആലിമിൽ നിന്ന്, ഒരു പണ്ഡിതനിൽ നിന്ന്, ഒരു മജ്ലിസിന്റെ നേതൃത്വം വഹിക്കുന്ന ഒരാള്, ഒരു ഫേമസായ ഒരാളാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം എങ്ങനെ ആണ് ഇരിക്കേണ്ടത്, പ്രശ്നങ്ങൾ എന്തുമുണ്ടാകട്ടെ, പ്രശ്നങ്ങളോ തെറ്റുകളോ എല്ലാം എല്ലാവർക്കും ഉള്ളതാണ്. അതിനെ നേരിടേണ്ട രീതി, നമ്മുടെ സ്ഥാനം എന്താണ്, ഏതുമാകട്ടെ, ഏത് രീതിയിലുമാകട്ടെ, ഒരു മജ്ലിസ് ചെയ്യുന്ന ആളാണെന്ന്, ചാരിറ്റി ചെയ്യുന്ന, ഏത് രീതിയിൽ ചെയ്താലും ജനങ്ങൾ വിശ്വസിക്കുന്നു, ആദരിക്കുന്നു. അത്രയും ഒരു പേരുള്ള ഒരാള്, അത്രയും ബഹുമാനം കൽപ്പിക്കുന്ന ഒരാള് ഈ രീതിയിൽ പ്രതികരിച്ചാൽ അതിന്റെ വിഷമം, അതിന്റെ ബുദ്ധിമുട്ടുകൾ, അതിന്റെ ഫോൾട്ടുകൾ, അതിന്റെ റിസൾട്ട്, ഇനി വരുന്ന അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സഫ്വാൻ സഖാഫിക്ക് വരുന്ന റിസൾട്ട് മൊത്തത്തിൽ എന്താണ് ഉണ്ടാകുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ തെറി പറഞ്ഞതുകൊണ്ട് അത് ഏത് രീതിയിലാണ്, എന്താണ് ഉണ്ടായത്, ഈ സഫ്വാൻ സഖാഫി എവിടെയാണ് ഉണ്ടായിരുന്നത്, എല്ലാ കാര്യങ്ങളും ബഹുമാനപ്പെട്ട അഹ്സനി ഉസ്താദ് പറയുന്നു. വലിയ പണ്ഡിതനാണ്, ഒരുപാട് ആൾക്കാർ, ഒരുപാട് മുത്താലിമുകളെ പഠിപ്പിച്ച് ഒരുപാട് ആലിമുകളുള്ളതാണ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ. അത്രയും ഒരു ബഹുമാനമുള്ള ഒരാളെ ഇത്രയും ഒരു തെറി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിഷമങ്ങളെ, നടന്ന കാര്യങ്ങളെ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു. അതിനെ മനസ്സിലാക്കി നിങ്ങൾ കമന്റ് ഇടണം. ശരിയാണോ തെറ്റാണോ എന്ന്. നമുക്ക് അരിഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ, ബോധമുള്ളവരാണ് നമ്മൾ. ചിന്തിക്കാൻ അല്ലാഹു തആല ശക്തി തന്നതും അറിവ് തന്നതുമാണ്. ഇപ്പോൾ ഒന്നും പഠിക്കാത്ത ആൾക്ക് ഒരുപാട് അറിവുകളാണ് ഉള്ളത് ഇക്കാലത്ത്. അതുകൊണ്ട് നല്ല പോലെ ചിന്തിക്കണം സഹോദരന്മാരെ. ഈ ഒരു വോയിസ് കേൾക്കണം. അദ്ദേഹത്തിന്റെ വിഷമങ്ങളെയും കഴിഞ്ഞുപോയ കാര്യങ്ങളെയും, എന്താണ് അവിടെ ഉണ്ടായത്, ഈ സഫ്വാൻ ആരാണ്, എന്താണ്, എല്ലാം മൊത്തം പറയുന്നതാണ്. അതുകൊണ്ട് അതിനെ കേൾക്കുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസാരിക്കുന്നത് മുഹമ്മദ് അഹ്സനി പത്തപിരിയ. വിശുദ്ധമായ റമളാൻ പവിത്രമായ മാസമാണ്. ചില കാര്യങ്ങൾ പറയൽ നിർബന്ധിതനായതുകൊണ്ട് പറയുകയാണ്. പവിത്രമായ റമളാൻ 1 എൻ്റെ
അടുത്ത് 5 വർഷത്തിലധികം പഠിച്ച് ഞാൻ വളർത്തിയ എൻ്റെ പെങ്ങളെ മകൻ സഫ്വാൻ അറിവ് നിലാവ് നടത്തി വരുന്ന ആളാണ്. അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും എൻ്റെ വീട്ടിൽ വെച്ച് വരെ പല പരിപാടികളും അവൻ നടത്തിയതാണ്. അവൻ എനിക്കൊരു കാറ് തന്നത് എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ ലൈവിലാണ്. അത് ഓൺലൈനിൽ ആയിരക്കണക്കായ ആളുകൾ കാണുന്ന ആ ലൈവിൽ വെച്ച് പരസ്യമാക്കിയത് കൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഒഴിവാക്കിയതാണ്. എനിക്ക് പലരും വാഹനം എടുത്തു തരാം, കാറ് എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനതൊക്കെ ഒഴിവാക്കിയതായിരുന്നു. ആ അവസ്ഥക്ക് പരസ്യമായിട്ട് ആ ലൈവിൽ വെച്ച് ചാവി തന്നപ്പോൾ, ഞാനില്ലാത്ത സമയത്ത് ചാവി എൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ ആ വാഹനം എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൻ്റെ ലൈവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടിൽ വെച്ച് പലതവണ നടത്തിയതാണ്. അവനും അവൻ്റെ ഭാര്യയ്ക്കും എൻ്റെ വീട്ടിൽ വെച്ചിട്ട് സംരക്ഷണം, താമസം, ഭക്ഷണം എല്ലാം നൽകി വളർത്തിയതാണ്. ആ ഇടക്ക് ഞാൻ അവൻ്റെ ലൈവിനും അവൻ്റെ അറിവിനിലാവ് പ്രോഗ്രാമിനും തുടക്കം മുതലേ അതിന് പാരയാണ്, അതിന് അസൂയയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത് അവൻ്റെ പേരിൽ ഉംറയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ അതിലും ഞാൻ ഇടപെടൽ നിർബന്ധമായ സാഹചര്യത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാനത് ചർച്ച ചെയ്തു. എൻ്റെ പെങ്ങന്മാർ, എൻ്റെ അനുജന്മാർ അവരൊക്കെ കൂടിയുണ്ടായ സംസാരം, അതുമായി ഞാൻ ആരോടും പരസ്യപ്പെടുത്തിയേ അവൻ പറഞ്ഞതുപോലെ അമ്മോന് അത് പറഞ്ഞു നടക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടായ വിവാദവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതാണ്. ഈ അടുത്ത് ഇപ്പം ഞാനിതിൽ റമളാനായതുകൊണ്ട് ഞാനിതിൽ വരാനൊരിക്കലും കരുതിയതല്ല. പക്ഷേ അവന് മനസ്സിലാക്കി റമളാൻ മാസമായാൽ ആത്മീയമായിട്ടൊക്കെ ആളുകൾ ആ ശ്രദ്ധയോടുകൂടെ ജീവിക്കുന്ന കാലമായതുകൊണ്ട് ആരും അതിനെ പ്രതികരിക്കൂല എന്ന് മനസ്സിലാക്കി വിശുദ്ധ റമളാൻ 1-ൻ്റെ അന്ന് ആളുകളൊക്കെ ഉത്ബോധനവും ആത്മീയ മജ്ലിസും ദിക്റുമൊക്കെ അവനിൽ നിന്ന് പ്രതീക്ഷിച്ച സമയത്ത് വളരെ മോശമായിട്ട് വീണ്ടും വിനീതനായ എന്നെയും അതുപോലെ എൻ്റെ കുടുംബത്തെയും സംഘടനാ പ്രവർത്തകരെയും നാട്ടിലെ കമ്മിറ്റിയെയും നാട്ടിലുള്ള പ്രവർത്തകരെല്ലാവരെയും വളരെ മോശമാക്കിയിട്ട് അവൻ്റെ വിവാദത്തിൽ നമ്മൾ മാപ്പ് പറഞ്ഞു. അതിലുണ്ടായ സംഭവത്തിൽ എൻ്റെ ഓഫീസിലേക്ക് ആർക്കും വരാവുന്നതാണ്, ഏത് നിമിഷവും ഞാൻ അതിന് തയ്യാറാണ്. വഷളായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പുവെച്ച് മാപ്പ് പറഞ്ഞ് വഷളായവരെ എന്നൊക്കെ പറഞ്ഞ് റമളാനിൽ വയറിൽ 1-ൻ്റെ അന്ന് വലിയ ആ അറളൽ കണ്ടപ്പോൾ നമ്മളൊക്കെ ബേജാറായിപ്പോയി. ഇതെന്താണ് സംഭവം? പലരും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത്രയും ചങ്കൂറ്റത്തോടു കൂടെ സഫ്വാൻ ഇത് പറയണമെങ്കിൽ നിങ്ങൾ എന്താ ഈ ഒപ്പുവെച്ചോ, സ്വകാര്യത്തിൽ പോയി ഞങ്ങൾ ഒപ്പുവെച്ചോ മറ്റോ? നമ്മൾ അന്തം വിട്ടു. ഇന്നെ സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി, കണ്ണൂരിൽ സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പണച്ചാക്ക് കൊണ്ടുപോയി എറിഞ്ഞ ആളാണ് സഫ്വാൻ. അതൊന്നും നടക്കാതെ വന്നപ്പോൾ കണ്ണൂർ സ്റ്റേഷൻ 1 കൊല്ലത്തിൻ്റെ ശേഷം ഞാൻ കണ്ണൂരിലേക്ക് പോകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓനൊരു വാറോല വ്യാജ കത്ത് എൻ്റെ പേരിൽ, ഫതുലുർ റഹ്മാൻ്റെ പേരിൽ കത്ത് എഴുതി ഉണ്ടാക്കി ഒപ്പുവെച്ച് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ അതൊന്നും പറയാൻ കരുതിയതല്ല. അവർക്ക് യൂട്യൂബിലും മറ്റൊക്കെ എന്തും ചേരും. അവൻ്റെ പരിപാടി കേൾക്കണമൊക്കെ പെണ്ണുങ്ങളാണ്. ആ പെണ്ണുങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്ത് തോന്നിവാസവും പറയാൻ മടിയില്ലാത്ത ആളാണ് സഫ്വാൻ. ഞാനതിൽ ഒപ്പുവെച്ചു, ഞാനത് മാപ്പ് പറഞ്ഞു എന്നൊക്കെ എന്നെപ്പറ്റി അത് വ്യാജാണ് എന്ന് സഫ്വാൻ അറിയാം. സഫ്വാനെ താങ്ങി നടക്കുന്ന ആളുകൾക്കും അറിയാം അത് വ്യാജാണ് എന്നുള്ളത്.
അത് തെളിയിക്കുകയാണെങ്കിൽ ഇതുവരെ ഈ സഫ്വാൻ എൻ്റെ അടുത്ത് ഓതിയ ഒരു ശിഷ്യനായിരുന്നു. അത് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ ഒപ്പിട്ടു, ഞാൻ ആ സ്റ്റേഷനിൽ പോയി കത്തിൽ ഒപ്പിട്ടു, മാപ്പ് പറഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ സഫ്വാൻ്റെ ശിഷ്യനായി ഞാൻ നടക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഇതിലാരും വഞ്ചിതരായി പോകരുത്. ഉസ്താദും ശിഷ്യനും എന്നുള്ള ബന്ധം ഞാനും അവിടെ 2 കൊല്ലം ഒതുക്കണമെന്നാണ് സഫ്വാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ കിതാബുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, തുടക്കം മുതൽ തഫ്സീറും മിഷ്കാത്തും ഓതന കാലം വരെ സഫ്വാൻ എൻ്റെ അടുത്താണ് പഠിച്ചത്. 5-6 കൊല്ലം നീണ്ട കൊല്ലാണ് എൻ്റെ അടുത്ത് പഠിച്ചത്. ഞാനാണ് വളർത്തിയത്. ഓൻ്റെ 40 ഓൻ്റെ അമ്മ പ്രസവിച്ച് എൻ്റെ വീട്ടിലാണ്. ഓൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ പെരീക്കാണ് കൊണ്ടുവന്നത്. 40ൻ്റെ ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് ഞാനാണ്. അങ്ങനെ വളർത്തിയ സഫ്വാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായി കാര്യങ്ങളൊന്നും പറയുന്നില്ല. പിന്നെ ഈ സഫ്വാന് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാജാണ്. അതുമായി യാതൊരു സത്യത്തിൻ്റെ അല്പം പോലും ആ വിഷയത്തിലില്ല എന്ന് ഞാൻ നിങ്ങളെ ഇതിൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം. സത്യമായിട്ടാണ് നമുക്ക് നിലനിൽക്കേണ്ടത്. അതല്ലാതെ ആളുകളെ മുന്നിൽ കണ്ടുകാണ്ട് എന്തു തോന്നിവാസവും വിളിച്ചു പറഞ്ഞ് അത് സത്യമാക്കാൻ ശ്രമിച്ചാൽ അത് സത്യമാവില്ല. പടച്ച റബ്ബിൻ്റെ മുമ്പിൽ കോടതിയിൽ വരേണ്ടി വരുമെന്ന് സഫ്വാനെ താങ്ങി നടക്കുന്ന ആളുകളൊക്കെ ഈ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലൊക്കെ ചിന്തിച്ച് സത്യത്തിൻ്റെ പിന്നാലെ നിങ്ങൾ നിൽക്കണം. സഫ്വാൻ എന്ത് പറഞ്ഞാലും അതാണ് ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ആളുകൾക്ക് ഇത്രയും ഗൗരവമായിട്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനിതൊന്നും പറയാൻ കരുതിയതല്ല. ഇനിയും ഒരുപാട് കളവുകൾ സഫ്വാൻ പറഞ്ഞ് ധാരാളമുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇപ്പം ഒന്നും കടക്കണില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ സത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ളവരെ, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹസനി ഉസ്താദിന്റെ വോയിസ് നിങ്ങൾ കേട്ടു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണ് പറയുന്നത്? നമ്മളാരും അറിവിൻ നിലാവ് നിരുത്തണമെന്നോ അതല്ലെങ്കിൽ സഫ്വാൻ സഖാഫി ആരും എല്ലാവരും ദൂരത്താക്കണമെന്നോ ഒന്നും പറയുന്നതല്ല. അത് ഓരോരുത്തർക്ക് അള്ളാഹു തആല വിധിച്ച അവന്റെ വിധിയാണ്. എന്ത് ചെയ്യണമെന്നും ഏത് ജോലി ചെയ്യണം എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. നമുക്ക് ചിന്തിക്കുന്ന തലച്ചോറുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ഏത് ചെയ്താലാണ് അന്തസ്സ്, അഭിമാനം, അതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അതിനെ ചെയ്യാതെ നമ്മുടെ ചെറുപ്പകാലത്തെ മജ്ലിസുമായി ഇങ്ങനെ പിരിച്ചുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ല. എങ്കിലും അതിന് ഉത്സാഹിച്ചില്ലെങ്കിൽ ജീവിതമാർഗമായിട്ട് അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുക്കും. അത്രേ ഉള്ളൂ. അതിന്റെ ബഹുമാനവും ആദരവും എല്ലാം കിട്ടണമെങ്കിൽ സ്വഭാവം നന്നാകണം സഹോദരന്മാരെ. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നോക്കുമ്പോൾ നമ്മുടെ ഉസ്താദന്മാർക്ക് നമ്മുടെ അമ്മാവനോ ബാപ്പയോ ആര് എല്ലാവരെയും ബഹുമാനിക്കേണ്ടതുമാണ്. അമ്മാവനെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ബാപ്പയുടെ സ്ഥാനത്ത് കാണേണ്ട ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും മജ്‌ലിസും എല്ലാവർക്കും നേതൃത്വം വഹിക്കുന്ന എല്ലാവർക്കും വയലു പറയുന്ന പ്രഭാഷണം നടത്തുന്ന ഒരാളെ നാക്കിൽ നിന്ന് ഇതുപോലെ വരണമെങ്കിൽ ഇത് അത്ഭുതമാണ്. ഇതിന്റെ കണക്ക് അല്ലാഹു തആല അത് എന്താണ് വിധിക്കുന്നത്? അല്ലാഹു തആല രക്ഷപ്പെടുത്തട്ടെ. ആ വിഷമമായ ബഹുമാനപ്പെട്ട ഹസനി ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമ നൽകട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. എല്ലാവരും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.